ജൂൺ 27 അന്നാണ് വലിയ സംഭവം സംഭവിച്ചത്. എൻ്റെ അനിയത്തി ജനിച്ചത്. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടാമത്തെ ആളുടെ. ഞങ്ങൾ 4 പേരായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ബർത്ത്ഡേ ചെറുതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യും ഞങ്ങളുടെ രീതിക്കായിട്ട്. ആൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആൾ വാപ്പാൻ്റെ കൂടെ പോയി വന്നപ്പോഴാട്ടോ ഈ സംഭവമൊക്കെ കണ്ടത്. അവൾക്കിഷ്ടമുള്ള കേക്കും ഫുഡും പിന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾ വന്ന് ഒരു ചെറുതായിട്ടെങ്കിലും സർപ്രൈസായി. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഹാപ്പി ബർത്ത്ഡേൻ്റെ എച്ചും എയൊക്കെ അഫിൽ തോണ്ടിയെടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരൊക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് ഇതൊക്കെ ചെറിയൊരു മെമ്മറി ആയിട്ട് നമുക്ക് പിന്നെ ആലോചിക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നും. അപ്പം ഞങ്ങൾ എല്ലാവരുടെയും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആനിവേഴ്സറി ആണെങ്കിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ പിന്നെ ലൈഫിൽ നമുക്ക് ഓർത്ത് ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ആൾക്ക് കുറേ ആയി ഒരു ജീൻസ് എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അത് തന്നെ കേട്ടോ ഞങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് തന്നെ കൊടുത്തത്. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ എന്ത് കിട്ടിയാലും ഓളൊന്നും പറയാറില്ല. അതുകൊണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതിൽ നിന്നൊരു പീസ് കഴിച്ച് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ ഇതൊക്കെ അവളുടെ ഫേവറേറ്റ് ഫുഡുകളാണ്. അതാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ലോഡഡ് ഫ്രൈസും ബർഗറും അവളുടെ വരുമ്പോഴൊന്ന് മേടിച്ച് ഞങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. ചെറിയ ലൈഫല്ലേ, അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നേ, അത്ര തന്നെ. അപ്പം എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഡാ.